iPlusന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആൻഡ് സിറ്റിസൺഷിപ്പ്. ഓക്കെ, സോ 2 ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആണ്. US സിറ്റിസൺസും നോൺ US സിറ്റിസൺസും. US സിറ്റിസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ US ആണ്, അമേരിക്കക്കാർ. അവരെയാണ് US സിറ്റിസൺസ് എന്ന് പറയുന്നത്. മീൻസ് അവിടെ തന്നെ ജനിച്ചു, വർഷങ്ങളായി അവിടെ തന്നെയുള്ള അവിടുത്തെ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർ, അവിടുത്തെ നാഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് US സിറ്റിസൺസ് എന്ന് പറയുന്നത്. ഇൻകം ഓഫ് ദ ടാക്സ് പെയർ ഈസ് ടാക്സ്ഡ് ബൈ US irrespective of where it is earned. Worldwide income is taxed only by US ആണ്. അതായത് ഇപ്പം നമ്മളൊരു US സിറ്റിസൺ ആണെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് നാൾ വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ US ആണ്. ജനിച്ചതും വളർന്നതും ജോലി ചെയ്തതും പഠിച്ചതും എല്ലാം US-ലാണ്. പക്ഷെ നമ്മൾ കുറച്ച് നാളത്തേക്ക് വേറൊരു ഫോറിൻ കൺട്രി, ഇപ്പോൾ ഫ്രാൻസ് അല്ലെങ്കിൽ ഇറ്റലി എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്തു. അവിടെ നമ്മൾ കുറച്ച് ഇൻകം ഏൺ ചെയ്തു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മളൊരു US സിറ്റിസൺ ആണെങ്കിൽ പോലും വേറൊരു കൺട്രിയിൽ നിന്നും ഏൺ ചെയ്ത ഇൻകം ITR ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കണം. ഓക്കെ, ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായോ? അതായത് നമ്മൾ US സിറ്റിസൺ ആയിരിക്കെ, അതായത് നമ്മൾ അവിടെ ജനിച്ച് വളർന്ന് അവിടെ തന്നെയുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിലേക്ക് മാറി താമസിച്ച് അവിടെ നമ്മൾ കുറച്ച് നാൾ നിന്ന് കുറച്ച് ഇൻകം ഒക്കെ ഏൺ ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഇൻകവും നമ്മൾ എവിടെ കാണിക്കണം? ITR ഫയൽ ചെയ്യുമ്പോൾ കാണിക്കണം. വേറൊരു ഫോറിൻ കൺട്രിയിൽ നിന്ന് കിട്ടുന്ന ഇൻകവും നമ്മൾ ITR ഫയൽ ചെയ്യുമ്പോൾ കാണിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇൻകം ഓഫ് ദി ടാക്സ് പെയർ ഇസ് ടാക്സ്ഡ് ബൈ US irrespective of where it is earned. എവിടെ ഇരുന്ന് ഏൺ ചെയ്ത ഇൻകം ആയാലും നമ്മളൊരു US സിറ്റിസൺ ആണോ എങ്കിൽ എല്ലാ ഇൻകം കാണിച്ചിരിക്കണം. വേൾഡ് വൈഡ് ഇൻകം എവിടെ നിന്ന് കിട്ടുന്ന ഇൻകം ആയാലും നമ്മൾ കാണിച്ചിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോൺ US സിറ്റിസൺസ്. ദേ ആർ ഓൾസോ കോൾഡ് ഏലിയൻസ്. നോൺ US സിറ്റിസൺസിന് നമ്മൾ ഏലിയൻസ് എന്നും വിളിക്കും. റെസിഡന്റ് ഏലിയൻ, നോൺ റെസിഡന്റ് ഏലിയൻ, അതുപോലെ തന്നെ റെസിഡന്റ് ഫോർ എ പാർട്ട് ഓഫ് ദ ഇയർ ആൻഡ് നോൺ റെസിഡന്റ് ഫോർ റെസ്റ്റ് ഓഫ് ദ ഇയർ. അങ്ങനെ 3 ടൈപ്പ് ഓഫ് നോൺ US സിറ്റിസൺസ് ഉണ്ട്, അല്ലെങ്കിൽ ഏലിയൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? റെസിഡന്റ്, നോൺ റെസിഡന്റ്, റെസിഡന്റ് ഫോർ എ പാർട്ട് ഓഫ് ദ ഇയർ, അതുപോലെ തന്നെ നോൺ റെസിഡന്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഇയർ. അവർക്ക് ഡ്യുവൽ സ്റ്റാറ്റസ് ആയിരിക്കും കേട്ടോ. അതായത് ബോത്ത് റെസിഡന്റ് ഏലിയന്റെയും നോൺ റെസിഡന്റ് ഏലിയന്റെയും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്ലൈ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് തേർഡ് വൺ. അവർക്ക് ഡ്യുവൽ ആസ്പെക്ട്സ് ആണ്, അതുകൊണ്ട് തന്നെ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ US സിറ്റിസൺസ് ആയിരിക്കെ എന്താണ്? നോൺ US സിറ്റിസൺസ് എന്താണ്? US സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ജനിച്ചു വളർന്നവർ. നോൺ US സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ മൈഗ്രേറ്റ് ചെയ്യില്ലേ, അങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുക. അങ്ങനെ അവിടെ ജനിച്ചു വളർന്നൊന്നും ചെയ്തില്ല, നമുക്ക് വേറെ നാഷണാലിറ്റിയാണ്, പക്ഷെ നമ്മൾ അവിടെ പോയി താമസിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതിൽ തന്നെ 3 കാറ്റഗറി വരുന്നുണ്ട്. റെസിഡന്റ് ഏലിയൻ, നോൺ റെസിഡന്റ് ഏലിയൻ, റെസിഡന്റ് ഫോർ എ പാർട്ട് ഓഫ് ദി ഇയർ, അതുപോലെ ആൻഡ് നോൺ റെസിഡന്റ് ഫോർ റെസ്റ്റ് ഓഫ് ദി ഇയർ. സോ ഹൂ ഈസ് എ നോൺ റെസിഡന്റ് ഏലിയൻ? നോൺ റെസിഡന്റ് ഏലിയൻ ആരാണ്? എ പേഴ്സൺ നോട്ട് എ US സിറ്റിസൺ. അതൊരിക്കലും US സിറ്റിസൺ ആയിരിക്കില്ല. ഈസ് കൺസിഡർഡ് ആസ് നോൺ റെസിഡന്റ് ഏലിയൻ അൺലെസ് ഹി ഓർ ഷി മീറ്റ്സ് ഐദർ ദ ഫോളോയിങ് ടെസ്റ്റ് ആണ്. ഓക്കെ, നോൺ റെസിഡന്റ് ഏലിയൻ ആയിരുന്ന നമുക്കൊരിക്കലും ITR ഫയൽ ചെയ്യാൻ പറ്റില്ല. ടാക്സ് പർപ്പസസിന് ഒരിക്കലും അത് ഉപകാരപ്പെടില്ല. അതാണ് നമ്മൾ അവിടെ പോയിട്ട് കിട്ടിയിട്ടില്ലേ PR എടുക്കണമെന്ന് പറയുന്നത്, പെർമനന്റ് റെസിഡൻസ് ഒക്കെ. നമുക്ക് ഒരു രാജ്യത്തായിരിക്കുമ്പോൾ ഒരു ലിമിറ്റിൽ കവിഞ്ഞ് നമുക്ക് ഇൻകം വന്നു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യണം, ITR ഫയൽ ചെയ്യണം. സോ നമ്മളിപ്പോൾ US-ലാണെങ്കിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഇൻകം വന്ന് അവിടെയൊക്കെ നല്ല ടാക്സ് പിടിക്കും, നല്ല എമൗണ്ട് ഓഫ് ടാക്സ് പിടിക്കും, നല്ല ലിമിറ്റും ഉണ്ട് അവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടുത്തെ US ഒരു നോൺ റെസിഡന്റ് ഏലിയൻ ആണെങ്കിൽ നമുക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് അവിടെ സംഭവിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം? അവിടുത്തെ റെസിഡന്റ് ആവണം. നോൺ റെസിഡന്റ് ഉള്ളത് റെസിഡന്റ് ഏലിയൻ ആവണം. US സിറ്റിസൺ ആവാൻ എന്തായാലും പറ്റില്ല, കാരണം നമ്മൾ ജനിച്ച് വളർന്നതും നമ്മുടെ നാഷണാലിറ്റി അതല്ല. സോ അതുകൊണ്ട് നമ്മൾ നോൺ റെസിഡന്റ് നിന്ന് റെസിഡന്റ് പദവിയിലേക്ക് മാറണം. അതിന് സഹായിക്കുന്ന 2 ടെസ്റ്റാണ് ഗ്രീൻ കാർഡ് ടെസ്റ്റും സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റ്. മനസ്സിലായില്ലേ? അതായത് നോൺ റെസിഡന്റ് ഏലിയൻ ആയിരുന്ന നമുക്കൊരിക്കലും ടാക്സ് പർപ്പസസിന് ഉപകരിക്കില്ല, ടാക്സ് അടയ്ക്കാൻ പറ്റില്ല, ആ കൺട്രിയിൽ നിൽക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ വരും. അതുകൊണ്ട് നോൺ റെസിഡന്റ് ഏലിയനിൽ നിന്നും നമ്മൾ റെസിഡന്റ് ഏലിയനിലോട്ട് മാറണം.
നമുക്ക് ഒരിക്കലും US സിറ്റിസൺഷിപ്പ് ആവാൻ പറ്റില്ല, കാരണം നമ്മൾ ജനിച്ചു വളർന്ന അവിടെയല്ല. പക്ഷെ നമുക്കൊരു റെസിഡന്റ് ഏലിയൻ ആവാൻ പറ്റും. എങ്ങനെ? 2 ടെസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗ്രീൻ കാർഡ് ടെസ്റ്റ്, സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റ്. ഇത് രണ്ടുമാണ് ആ ടെസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് എ നോൺ റെസിഡന്റ് ഏലിയൻ ചൂസസ് ടു മാരി എ US സിറ്റിസൺ, he or she has an option to be treated as a US resident for tax reporting purpose. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 2 ടെസ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഗ്രീൻ കാർഡ് ടെസ്റ്റും സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റും. ഈ 2 ടെസ്റ്റും ഫെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ US പോയി ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ മൈഗ്രേറ്റ് ചെയ്തു US ഞാനും എൻ്റെ ഫാമിലി. സോ മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്താ ഒരിക്കലും US സിറ്റിസൺ അല്ല, പക്ഷെ എനിക്കൊരു ലിമിറ്റിൽ കവിഞ്ഞ ഇൻകം വന്നു. സോ കോഴ്സ് ഞാൻ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. പക്ഷേ ടാക്സ് അടയ്ക്കാൻ നിവൃത്തിയില്ല, കാരണം ഞാനൊരു നോൺ റെസിഡന്റ് ഏലിയൻ ആണ്. റെസിഡന്റ് ഏലിയൻ ആയിട്ടില്ല, US സിറ്റിസണും അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ 2 ടെസ്റ്റ്, ഗ്രീൻ കാർഡ് ടെസ്റ്റ്, സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യും. പക്ഷെ രണ്ടും ഫെയിൽ ആവും. രണ്ടും ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടാക്സ് അടയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് പർപ്പസസിന് പറ്റണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, ഒരു US സിറ്റിസനെ മാരേജ് ചെയ്യുക. അങ്ങനെ ഒരു US സിറ്റിസനെ മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് പർപ്പസസിന് അത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആ ഒരു US സിറ്റിസന്റെ ബേസിൽ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും, ടാക്സ് അടയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ. അങ്ങനെ എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. ഈ 2 ടെസ്റ്റും ഫെയിൽ ആയാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ്. അതാണ്, ഇഫ് എ നോൺ റെസിഡന്റ് ഏലിയൻ ചൂസസ് ടു മാരി US സിറ്റിസൺ, ഒരു US സിറ്റിസനെ മാരേജ് ചെയ്യുവാണെങ്കിൽ ഈ 2 ടെസ്റ്റും പാസ്സായാലും പാസ്സായില്ലെങ്കിലും നമുക്ക് ടാക്സ് പർപ്പസസിന് ഹെൽപ്പ് ആകും. ഓക്കെ, നമ്മളൊരു US റെസിഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, ടാക്സ് റിപ്പോർട്ടിംഗ് പർപ്പസസ് ചെയ്യാനും പറ്റും. ഇനി അടുത്തത് ഗ്രീൻ കാർഡ് ടെസ്റ്റ്. നമ്മൾ ഓരോ ടെസ്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഗ്രീൻ കാർഡ് ടെസ്റ്റ്. You are a lawful permanent resident of the United States at any time if you have been given the privilege, according to the immigration laws, of residing permanently in the United States as an immigrant. You generally have this status if the US Citizenship and Immigration Services, full form നോക്കി വെക്കണം, USCIS means United States Citizenship and Immigration Services issued you a permanent resident card, PR card. ഓക്കെ, PR എടുക്കണം എന്നെല്ലാവരും പറയുന്നതാണ് ഈ കാർഡാണ് PR എന്ന് പറയുന്നത്. ഓക്കെ, പെർമനന്റ് റെസിഡന്റ് കാർഡ്. അതിന്റെ ഫോമാണ് ഫോം I-551, ഓൾസോ നോൺ ആസ് എ ഗ്രീൻ കാർഡ്. ഈ ഫോമിനെയാണ് നമ്മൾ ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത്. ഏതാണ്? പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോം I-551. ഓക്കെ, ഈ ഫോമിനെയാണ് നമ്മൾ ഗ്രീൻ കാർഡ്. ഈ ഫോം ഫില്ല് ചെയ്ത് ഫയൽ ചെയ്ത് സൈനൊക്കെ ഇട്ട് പേര് കൊടുത്ത് ഡേറ്റ് ഒക്കെ ഇട്ട് നമ്മൾ USCISന് കൊടുക്കണം. അതൊരു 2 വർഷം അവരൊരു ഇയർ പറയും. ഓക്കെ, ആ ഇയർ അത്രയും കാലാവധി നമ്മൾ അവിടെ കണ്ടിന്യൂസ് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോം ഫയൽ ചെയ്ത്, അതായത് ഫോം I-551 എന്ന് പറയുന്ന ഫോം ഫയൽ ചെയ്തതൊക്കെ മൊത്തവും ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആക്കി നമ്മൾ USCIS, US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന് കൊടുത്ത് അവർ അപ്രൂവ് ചെയ്ത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ PR കാർഡ്, പെർമനന്റ് റെസിഡന്റ് കാർഡ് കിട്ടും. സോ അപ്പൊ നമ്മൾ ഗ്രീൻ കാർഡ് ടെസ്റ്റ് കംപ്ലീറ്റ് ആയി, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ഓക്കെ, യു കണ്ടിന്യൂ ടു ഹാവ് US റെസിഡന്റ് സ്റ്റാറ്റസ് അണ്ടർ ദിസ് ടെസ്റ്റ് അൺലെസ്, എപ്പോഴാണ്? യു കണ്ടിന്യൂ ടു ഹാവ് US റെസിഡന്റ് സ്റ്റാറ്റസ് under this test unless you voluntarily renounce and abandon the status in writing to the US. നമ്മൾ സ്വയമേവ അറിഞ്ഞുകൊണ്ട് ഇത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ USCISന് അയക്കുകയാണ്, റൈറ്റ് ലെറ്റർ അയക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ യുവർ ഇമിഗ്രന്റ് സ്റ്റാറ്റസ് ഇസ് അഡ്മിനിസ്ട്രേറ്റീവ്ലി ടെർമിനേറ്റഡ് ഉണ്ട്, ജുഡീഷ്യലി ടെർമിനേറ്റഡ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ്ലി ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ USCIS അറിഞ്ഞുകൊണ്ട് ടെർമിനേറ്റ് ചെയ്യുന്നത്. ജുഡീഷ്യലി ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫെഡറൽ കോർട്ട്, US ഫെഡറൽ കോർട്ട് ടെർമിനേറ്റ് ചെയ്യുന്നത്. സോ ഗ്രീൻ കാർഡ് ടെസ്റ്റ് ഫെയിലിയർ ആവുന്ന അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ടെസ്റ്റ് വേണ്ടാന്ന് വെക്കുന്ന 3 സിറ്റുവേഷൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒന്ന്, നമ്മൾ മനഃപൂർവ്വം കൊടുക്കും. നമുക്ക് കുറെ നാൾ US നിൽക്കാനുള്ള പദ്ധതിയൊന്നുമില്ല, നമുക്ക് PR വേണ്ട, കുറച്ച് നാൾ നിന്നിട്ട് നമ്മൾ പോരുവാണ്. സോ അങ്ങനെ വരുമ്പോൾ വോളണ്ടറിലി നമ്മൾ USCIS, അതായത് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിനോട് പറയുവാണ് നമുക്കിത് വേണ്ട, അവർക്ക് റൈറ്റ് നമ്മൾ എഴുതി കൊടുക്കുന്നു, നമുക്ക് ആ ഒരു പ്രത്യേക പദവി PR വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാരണം കൊണ്ടോ എന്തെങ്കിലും ഒരു കേസ് കൊണ്ടോ ഒക്കെ നമ്മൾ
അഡ്മിനിസ്ട്രേറ്റീവ്ലി ടെർമിനേറ്റ് ചെയ്യും USCIS, അല്ലെങ്കിൽ ഫെഡറൽ കോർട്ട് നമ്മളെ ടെർമിനേറ്റ് ചെയ്യും, ജുഡീഷ്യലി ടെർമിനേറ്റ് ചെയ്യും. ഈ 3 കേസസ്. അപ്പോൾ ഗ്രീൻ കാർഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR കിട്ടുന്ന ആ സംഭവത്തിനാണ് ഗ്രീൻ കാർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. PR കിട്ടാൻ വേണ്ടി നമ്മൾ ഫയൽ ചെയ്ത് കൊടുക്കേണ്ട ഫോമാണ് ഫോം I-551 എന്ന് പറയുന്ന ഫോം. ആർക്കാണ് ഫയൽ ചെയ്ത് കൊടുക്കേണ്ടത്? USCIS. ഓക്കെ, അവർക്കാണ് ഫയൽ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയും നമുക്ക് 3 സിറ്റുവേഷൻസ് വരാം ഈ ഗ്രീൻ കാർഡ് ടെസ്റ്റ് കിട്ടാത്ത 3 സിറ്റുവേഷൻസ്. ഒന്ന്, നമ്മൾ വോളണ്ടറിലി വേണ്ടെന്ന് വെക്കുന്ന സിറ്റുവേഷൻ. 2, USCIS ടെർമിനേറ്റ് ചെയ്യുന്നത്. 3, ഫെഡറൽ കോർട്ട് ടെർമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 3 സിറ്റുവേഷൻസ് വരും ഗ്രീൻ കാർഡ് ടെസ്റ്റ് കിട്ടാത്ത അല്ലെങ്കിൽ പാസ്സാവാത്ത 3 സിറ്റുവേഷൻസ്. നെക്സ്റ്റ്, രണ്ടാമത്തെ ടെസ്റ്റ് ആണ് സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഗ്രീൻ കാർഡ്, സെക്കൻഡ് വൺ സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റ്. ഇവിടെ പറയുന്നത് യു വിൽ ബി കൺസിഡേർഡ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റെസിഡന്റ് ഫോർ ടാക്സ് പർപ്പസസ് if you meet the substantial presence test for the calendar year. To meet this test, you must be physically present in the United States on at least. അതായത് ഈ ഒരു ടെസ്റ്റ് പാസ് ആവണമെങ്കിൽ നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ US ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം. എത്ര നാൾ, എങ്ങനെ, അതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, 31 days ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. കറണ്ട് ഇയറിൽ 31 ദിവസമെങ്കിലും നമ്മൾ ഫുള്ളി എവിടെ ഉണ്ടാവണം? US ഉണ്ടാവണം, ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം. ദെൻ സെക്കൻഡ്, 183 days during the 3-year period that includes the current year and the 2 years immediately before that. ഓക്കെ, മനസ്സിലായ എന്താന്ന്? അതായത് 2 സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റ് പാസ് ആവണമെങ്കിൽ നമ്മൾ US ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം. അതിനുള്ള തെളിവ് നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് ഒന്ന് പറയുന്നത് കറണ്ട് ഇയറിൽ അറ്റ്ലീസ്റ്റ് 31 days എങ്കിലും കണ്ടിന്യൂസ് US നമ്മൾ പ്രസന്റ് ആയിരിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 183 days, 3 വർഷം കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ 183 days ഫിസിക്കലി നമ്മൾ US ഉണ്ടായിരിക്കണം. 3 വർഷം എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറും പിന്നെ മുന്നത്തെ 2 വർഷം. എക്സാമ്പിൾ 2024ഉം പിന്നെ മുന്നത്തെ 2 വർഷം എന്ന് പറഞ്ഞാൽ 2023ഉം 2022. ഓക്കെ, ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായില്ലേ? അതിനകത്ത് വരുന്നതാണ് ഓൾ ദ ഡേയ്സ് യു ആർ പ്രസന്റ് ഇൻ ദ കറണ്ട് ഇയർ. കറണ്ട് ഇയറിൽ എല്ലാ ഡേയ്സും ഉണ്ടായിരിക്കണം. അതൊക്കെ. ഇനി നെക്സ്റ്റ്, 1/3 ഓഫ് ദ ഡേയ്സ് യു ആർ പ്രസന്റ് ഇൻ ദ ഫസ്റ്റ് ഇയർ ബിഫോർ ദ കറണ്ട് ഇയർ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ പോയിന്റ് എന്തായിരുന്നു? 31 days കറണ്ട് ഇയർ. അതായത് കറണ്ട് ഇയറിൽ അറ്റ്ലീസ്റ്റ് 31 days ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് 183 days, 3 വർഷം കൂട്ടുമ്പോൾ 183 ടോട്ടൽ കിട്ടണം. അതായത് കറണ്ട് ഇയറിൽ ഫുൾ ഡേയ്സ് ഉണ്ടായിരിക്കണം. പിന്നെ അതായത് 2024, എക്സാമ്പിൾ വെച്ച് പറയാം, 2024 ആണ് കറണ്ട് ഇയർ എങ്കിൽ 2024 ഫുൾ ഡേയ്സും US നമ്മൾ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം. ഇനിയിപ്പോൾ നെക്സ്റ്റ് ബിഫോർ വരുന്ന 2 year എന്ന് പറയുന്നത് 2023ഉം 2022ഉമാണ്. ഇനി 1/3 ഓഫ് ദ ഡേയ്സ് യു ആർ പ്രസന്റ് ഇൻ ദ ഫസ്റ്റ് ഇയർ ബിഫോർ ദ കറണ്ട് ഇയർ. അതേതായിരിക്കും? 2024 ആണ് കറണ്ട് ഇയർ എങ്കിൽ ഫസ്റ്റ് ഇയർ ബിഫോർ ദ കറണ്ട് ഇയർ ഏതായിരിക്കും? 2023. സോ 2023 1/3 ഓഫ് ദ ഡേയ്സ് എങ്കിലും ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം. ഇനി 1/6 ഓഫ് ദ ഡേയ്സ് യു ആർ പ്രസന്റ് ഇൻ ദ സെക്കൻഡ് ഇയർ ബിഫോർ ദ കറണ്ട് ഇയർ ആയിരിക്കണം. അതായതായിരിക്കും സെക്കൻഡ് ഇയർ ബിഫോർ ദ കറണ്ട് ഇയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 2024ന്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഇയർ ബിഫോർ ദ കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ 2022 ആണ്. ആ 2022 1/6 ഓഫ് ദ ഡേയ്സ് എങ്കിലും നമ്മൾ US ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? അത് സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് വെച്ചിട്ട് മെഷർ ചെയ്യുന്ന ടെസ്റ്റ് ആണ്. നമ്മൾ എത്ര നാൾ US ഉണ്ടായിരുന്നു. ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ 183 days. 3 വർഷം കൂട്ടുമ്പോൾ 183 days നമ്മൾ US ഫിസിക്കലി പ്രസന്റ് ആണെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റ് പാസ്സാവും. അത് പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? PR, പെർമനന്റ് റെസിഡൻസ് കാർഡ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഫോം 1551 എന്നൊക്കെ ഫയൽ ചെയ്ത് USCIS കൊടുക്കുമ്പോൾ അവർ അപ്രൂവ് ചെയ്തിട്ട് നമുക്ക് PR കാർഡ് കിട്ടുന്നു. അതാണ് ഗ്രീൻ കാർഡ് ടെസ്റ്റ്. കണക്ട് ചെയ്യുക, 2 ടെസ്റ്റും തമ്മിൽ കണക്ട് ചെയ്യാം. ഈ 3 വർഷം കണ്ടിന്യൂസ്ലി US നിൽക്കുക എന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം ഇതാണ്. മനസ്സിലായോ?
ഈ 183 ഡേയ്സ് എന്ന് പറയുന്നത് കറണ്ട് ഇയറും പിന്നെ മുൻ 2 വർഷങ്ങളും മുന്നത്തെ 2 വർഷങ്ങളും കൂടി കൂട്ടിയിട്ടാണ് 183 ഡേയ്സ് എന്ന് പറയുന്നത്. കറണ്ട് ഇയറിൽ എല്ലാ ഡേയ്സിലും നമ്മൾ യു എസിൽ പ്രസന്റ് ആയിരിക്കണം. പിന്നെ കറണ്ട് ഇയറിന് മുന്നത്തെ ഫസ്റ്റ് ഇയർ ബിഫോർ ദ കറണ്ട് ഇയർ അറ്റ്ലീസ്റ്റ് 1/3 എങ്കിലും ഉണ്ടായിരിക്കണം. സെക്കൻഡ് ഇയർ ബിഫോർ ദ കറണ്ട് ഇയർ 1/6 എങ്കിലും നമ്മൾ പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. അതായത് ഈ സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ആണ്. നോക്കാം നമുക്ക്. You were physically present in the US on 120 days in each of the years 2021, 2022 and 2023. ഓക്കെ, അപ്പൊ കറണ്ട് ഇയർ കൂട്ടേണ്ടത് ഏതാ? 2023 ആണ് കറണ്ട് ഇയർ. ഫസ്റ്റ് ഇയർ ബിഫോർ ദ കറണ്ട് ഇയർ എന്ന് പറയുമ്പോൾ അത് 2022 വരും. സെക്കൻഡ് ഇയർ ബിഫോർ ദ കറണ്ട് ഇയർ എന്ന് പറയുമ്പോൾ അത് 2021 വരും. ഓക്കെ, മനസ്സിലാക്കണം ദീസ് 3 ഇയേഴ്സ്. ഓക്കെ, ഇനി 3 ഇയേഴ്സും കൂടി കൂട്ടുമ്പോഴത്തേക്ക് എത്ര കിട്ടണം? 183 കിട്ടണം. അതായത് 2023 ആണ് കറണ്ട് ഇയർ. ഫസ്റ്റ് ഇയർ ബിഫോർ ദ കറണ്ട് ഇയർ എന്ന് പറയുമ്പോൾ 2022. സെക്കൻഡ് ഇയർ ബിഫോർ ദ കറണ്ട് ഇയർ എന്ന് പറയുമ്പോൾ 2021. ഇനി 3 വർഷം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര ടോട്ടൽ കിട്ടണം? 183 ടോട്ടൽ കിട്ടണം. എന്നാൽ മാത്രമേ നമ്മൾ ആ ടെസ്റ്റ് പാസ്സാവൂ. ഓക്കെ, സോ 2023 എത്ര ഡേയ്സ് ഉണ്ട്? ഫുൾ ഡേയ്സ് ഉണ്ട്. 120 ഡേയ്സും ഉണ്ട് 2023. ഇനി 2022 കണ്ടുപിടിക്കണമെങ്കിൽ 1/3 ഓഫ് ദി ഫസ്റ്റ് ഇയർ ആണ്. 1/3 ഓഫ് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 120 × 1/3 ഇറ്റ്സ് 40 ഡേയ്സ്. ഓക്കെ, ഇനി 1/6 ഓഫ് ദ സെക്കൻഡ് ഫസ്റ്റ് ഇയർ ആണ് സെക്കൻഡ് വരുന്നത്. അതായത് 120 × 1/6 ദാറ്റ് മീൻസ് 20 ഡേയ്സ്. മനസ്സിലായോ? 2023 ഫുൾ ഡേയ്സ് ഉണ്ടായി 120 ഡേയ്സ്. പിന്നെ നമ്മളിവിടെ പഠിച്ചു കണ്ടാ all the days you are present in the current year, അതായത് 120 days. ഇനി 1/3 of the days you are present in the first year before the current year, അതാണ് 2022 വരുന്നത്. അവിടെ എത്രയാ? 1/3, അതായത് 120യുടെ 1/3 എത്ര വരും? 40 വരും. ഇനി നെക്സ്റ്റ് 1/6 of the days you were present in the second year before the current year. സെക്കൻഡ് ഇയർ ഏതാ? 2021. അതിന്റെ 1/6 എന്ന് പറയുമ്പം 120 × 1/6 ഇറ്റ്സ് എത്ര വരും? 20 വരും. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 183 കിട്ടുന്നുണ്ടോ നോക്കിയേ. 183 കിട്ടുന്നുണ്ടോ? ഇല്ല, എത്ര കിട്ടുന്നുള്ളൂ? 180 കിട്ടുന്നുള്ളൂ. സോ അവർക്ക് സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റ് പാസ് ആവാൻ പറ്റുമോ? യെസ് ഓർ നോ? പറ്റൂല അല്ലേ? യു ആർ നോട്ട് കൺസിഡേർഡ് എ റെസിഡന്റ് അണ്ടർ ദ സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റ്. കാരണം 180 ഡേയ്സേ 3 വർഷം കൂടി കൂട്ടുമ്പോൾ 180 ഡേയ്സേ ആയിട്ടുള്ളൂ. നമുക്ക് എത്ര വേണം? 183 ഡേയ്സ് വേണം. 3 വർഷം കൂടി കൂട്ടുമ്പോൾ 183 ഡേയ്സ് ഉണ്ടെങ്കിലേ സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റ് പാസ്സാവാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഗ്രീൻ കാർഡിന്, അതായത് പെർമനന്റ് റെസിഡന്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ഫോമാണ്? ഫോം I-551 എന്ന് പറഞ്ഞ ഫോം. ഓക്കെ,